വയനാടിനായി യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത തുകയിലും തിരിമറിയെന്ന ആരോപണത്തിൽ മറുപടിയില്ലാതെ കോൺഗ്രസ് നേതാക്കൾ. യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും പണം വകമാറ്റിയെന്ന ഒരു വിഭാഗം നേതാക്കളുടെ പരാതി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ വിമർശനവുമായി KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബും രംഗത്തെത്തി. വയനാട് ദുരന്ത സ്ഥലത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് നടത്തിയ പ്രഖ്യാപനം ആദ്യം കേൾക്കാം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് 30 വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഉറപ്പ്. പക്ഷേ മാസങ്ങൾ പിന്നിട്ടു. പിരിച്ചെടുത്ത കണക്കിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. 83 ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് എന്നാണ് സംസ്ഥാന ക്യാമ്പിൽ രാഹുൽ നൽകിയ മറുപടി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ അക്കൗണ്ട് വഴിയാണ് ഇത് കൈമാറിയതെന്നാണ് രാഹുൽ പറയുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും പണം വകമാറ്റിയെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് രാഹുൽ ക്യാമ്പിൽ മറുപടി നൽകിയില്ല. അതേസമയം വിഷയത്തിൽ വലിയ വിമർശനമാണ് പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ പരസ്യ വിമർശനവുമായി KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബും രംഗത്തെത്തി. അദ്ദേഹം ഫേസ്ബുക്കിലാണ് പരസ്യ പ്രതികരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്താൻ സഹായിച്ചവരോട് സംസ്ഥാന ക്യാമ്പിന്റെ കാര്യം പറഞ്ഞു എന്നും അതല്ലേ നന്ദിയെന്നും അബ്ദുൾ മുത്തലിബ് ചോദിക്കുന്നു. MLA പദവി ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തിൽ നന്ന്, എല്ലാവർക്കും ആകാനൊക്കില്ലല്ലോ. അസ്വസ്ഥത ഒന്നിനും ഭൂഷണമല്ലെന്നും KPCC ജനറൽ സെക്രട്ടറി അബ്ദുൾ മുത്തലിബിന്റെ പോസ്റ്റിൽ പറയുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ അബ്ദുൾ മുത്തലിബ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.